ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ നമ്മുടെ ഐ ഡി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാത്തവർക്ക് ഇപ്രകാരം ഐ ഡി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മെയിൽ വരും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഐ ഡി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ ഗൂഗിൾ പേയ്മെൻറ്റ്സ്, അതായത് ഗൂഗിൾ ആഡ്സെൻസിൽ നിന്നും നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ട്. ഇവിടെ വെരിഫൈ നൗ എന്നൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നും വെരിഫൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഐ ഡി വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതുമല്ലെങ്കിൽ നമുക്ക് ആഡ്സെൻസ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് അവിടെ നിന്നും ഐ ഡി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ വെരിഫൈ നൗ എന്നതാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ടിലേക്കാണ് പോവുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ഐ ഡി വെരിഫിക്കേഷനായി ആക്സെപ്റ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഒന്നാമതായി ഡ്രൈവിംഗ് ലൈസൻസ്, രണ്ടാമതായി പാസ്പോർട്ട്, മൂന്നാമതായി പാൻ കാർഡ്, നാലാമതായി വോട്ടർ ഐ ഡി. ഈ ഒരു ഐ ഡി എല്ലാമാണ് ഇപ്പോൾ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും കൊടുത്ത് ഈ ഒരു ഐ ഡി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഇതിനായി നമുക്കിവിടെ സ്റ്റാർട്ട് വെരിഫിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ ലീഗൽ നെയിം എന്താണ് അത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഐ ഡിയിലുള്ള അതേ ഡീറ്റെയിൽസ് തന്നെയാണ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം അപ്ലോഡ് യുവർ ഐ ഡി എന്നൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്താണ് നമ്മൾ ഐ ഡി ആയി സെലക്ട് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ പാൻ കാർഡാണ് സെലക്ട് ചെയ്യുന്നത്. അതിനാൽ ഞാൻ പാൻ കാർഡ് എന്ന് സെലക്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എനിക്കിവിടെ അപ്ലോഡ് എന്ന് 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ അപ്ലോഡിൽ നമ്മൾ പാൻ കാർഡിൻ്റെ ഫ്രണ്ട് പേജ് നമ്മൾ സ്കാൻ ചെയ്തതാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ പേജിൽ നമുക്ക് പാൻ കാർഡിൻ്റെ ബാക്ക് സൈഡാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഐ ഡി അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ ക്ലിയർ ആയ ഫോർമാറ്റിൽ വേണം നമ്മൾ ഐ ഡി അപ്ലോഡ് ചെയ്യാൻ. കുറേ തവണ നമ്മൾ ഇത്തരത്തിൽ തെറ്റായെല്ലാം അപ്ലോഡ് ചെയ്യുന്നത് ഇത് പല റിജക്ഷൻ എല്ലാം കാരണമാകും. അതിനാൽ തന്നെ നമ്മൾ ക്ലാരിറ്റിയുള്ള, അതായത് നമ്മൾ നല്ല സ്കാൻ ചെയ്ത കോപ്പി തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ പാൻ കാർഡ് ഇവിടെ സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ മൊബൈൽ ക്യാമറ വഴിയെല്ലാമാണ് നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഫോട്ടോ എടുക്കുന്നതെങ്കിൽ അതിൽ ഗ്ലെയർ ഒന്നുമില്ലാതെ വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെ ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കുക. ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് സ്കാൻ ചെയ്യുന്നതാണ്. സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ ഇത് ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫോട്ടോ എല്ലാം എടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ഫോട്ടോസും യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ സ്കാൻ ചെയ്ത കോപ്പിയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതിനായി ഞാനിവിടെ അപ്ലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ നിന്നും ഞാൻ പാൻ കാർഡിൻ്റെ ഫ്രണ്ട് പേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇത് അപ്ലോഡ് ആകുന്നത് കാണാം. ഇവിടെ ബഫർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് അപ്ലോഡ് ആയിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ പേജ്, അതായത് ഈ ഒരു ഐ ഡിയുടെ ബാക്ക് സൈഡ് നമുക്ക് അപ്ലോഡ് ചെയ്യണം. ഇതിനായി വീണ്ടും അപ്ലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ പാൻ 2 എന്നത് ബാക്ക് സൈഡാണ്. അതിനാൽ തന്നെ പാൻ 2 എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത് എൻ്റർ യുവർ അഡ്രസ് എന്നാണ്. ഇവിടെ നമുക്ക് ഓപ്ഷൻ വന്നിരിക്കുന്നത് എൻ്റർ ഐദർ വാട്ട്സ് ഓൺ യുവർ ഐ ഡി ഓർ യുവർ പെർമനൻ്റ് അഡ്രസ് എന്നാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഐ ഡിയിലുള്ള അഡ്രസ്സ് അല്ലെങ്കിൽ നമ്മുടെ പെർമനൻ്റ് അഡ്രസ്സ് ഏതാണ് അത് നമുക്കിവിടെ എൻ്റർ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ പെർമനൻ്റ് അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് കാണാം, വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന്. അതുപോലെ ഇവിടെ ഒരു ടിക്ക് മാർക്ക് എല്ലാം വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ഗോട്ട് ഇറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഐ ഡി വെരിഫിക്കേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാമാണ് ഇവിടെ ഐ ഡി വെരിഫിക്കേഷന് വേണ്ടി ആക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ ആധാർ കാർഡ് എല്ലാം നൽകിയാൽ ആധാർ കാർഡ് ഡീറ്റെയിൽസ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടില്ല. അതിനാൽ തന്നെ ആധാർ കാർഡ് ഒന്നും ആക്സെപ്റ്റ് ചെയ്യില്ല. ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ തന്നിരിക്കുന്ന ഐ ഡി തന്നെ യൂസ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്